ഗൈസ്, നമ്മുടെ ഷോപ്പിൽ ഇനി പർച്ചേസിനായിട്ട് വരുന്നവർക്ക് ഈ ഒരു ഐറ്റം കൂടി ഇനി അവൈലബിൾ ആയിരിക്കും കേട്ടോ. സംഭവം നല്ല കറുകറുത്ത ഫിഷിംഗ് ലൈൻ ആണ്. ഇവിടെ വെള്ള ചങ്കൂസ് ഉപയോഗിച്ചിട്ട് പോലും മീൻ കിട്ടുന്നില്ല. അപ്പോഴാണ് കറുപ്പെന്ന് ചിന്തിക്കുന്നവർക്കായി നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ട്രാൻസ്പെറന്റ് ഫിഷിംഗ് ലൈൻ ഉപയോഗിക്കുന്ന പോലെ വെള്ളം കുറച്ച് കലങ്ങി തുടങ്ങിയാൽ ഈ ഒരു ഐറ്റം ഉപയോഗിച്ചാൽ റിസൾട്ട് ഡബിൾ ആയിരിക്കും കേട്ടോ. കലക്കൽ വെള്ളത്തിൽ മീനുകൾക്ക് നമ്മുടെ സാധാരണ ഫിഷിംഗ് ലൈൻ ചെറിയ രീതിയിൽ കാണാൻ കഴിയുമെങ്കിലും നമ്മുടെ കറുപ്പ് ഫിഷിംഗ് ലൈൻ ആണെങ്കിൽ അതിന്റെ പൊടി പോലും കാണാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു ഫിഷിംഗ് ലൈനുമായി നമ്മൾ ഇന്ന് സ്പോട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, ഈയിടെയായിട്ട് ഇവിടെയുള്ള പട്ടികൾക്ക് നമ്മളെ അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. പട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി നേരെ ക്ലിഫിന്റെ മണ്ടയിൽ കയറി നമ്മൾ ചൂണ്ടയിടാനുള്ള പ്ലാനിങ്ങിലാണ്. അത്യാവശ്യം നല്ല ചീഞ്ഞ കൊഞ്ചുകളെയാണ് നമ്മൾ ഇന്ന് ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കടലിലെ വെള്ളം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈയിടെയായിട്ട് കടലിൽ മൊത്തം കര ഇറങ്ങി കിടക്കുവാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇപ്പോ മീനും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ചൂണ്ടക്കാരെയും കാണാനില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇട്ട ഉടനെ തന്നെ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. വലിയ കാര്യത്തിൽ വലിച്ചു കയറ്റിയപ്പോ ദേ കിടക്കുന്നു എണ്ണം കെട്ട ഒരു ഈലുകുട്ടൻ. ആദ്യത്തെ ട്രൈ നിരാശയായിരുന്നെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു മീനിന്റെ തന്നെ സ്ട്രൈക്ക് കിട്ടി കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഈ ഒരു ലൈൻ വലിയ കേടുപാടില്ലാതെ തന്നെ പാറയിൽ കൂടെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. മീനിനെ വലിച്ച് കരയിൽ കയറ്റിയപ്പോ ഒരു ചെറിയ ഹമൂറാണ് നമ്മുടെ ചൂണ്ടയിൽ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. കടലിലെ വെള്ളം കലങ്ങി കറ ഇറങ്ങിയിരിക്കുന്ന ടൈമിൽ ഇവനെ നമുക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറുത്ത ഫിഷിംഗ് ലൈൻ ആള് പവർ തന്നെയാണ് കേട്ടോ.